നമസ്കാരം. ഇത് ദ ഇന്ത്യൻ. അതിർത്തിയിലെ കൊടും കാടുകളിലും മലനിരകളിലും ഭീകരർക്കെതിരെയുള്ള ഏറ്റുമുട്ടലുകളിൽ സൈനികർക്കൊപ്പം റോബോട്ടുകളും പോരാട്ടത്തിനിറങ്ങുന്ന ഒരു കാലം കേൾക്കുമ്പോൾ ഹോളിവുഡ് സിനിമകളുടെ കഥ പറയുന്ന പോലെ തോന്നുമായിരിക്കും. എന്നാൽ അങ്ങനെയൊന്നും യാഥാർത്ഥ്യമാകുന്ന കാലം വിദൂരമല്ല. ഹ്യൂമനോയിഡ് റോബോട്ടുകളെ നിർണായക സൈനിക നീക്കങ്ങൾക്ക് ഉപയോഗിക്കാൻ തയ്യാറെടുക്കുകയാണ് ഇന്ത്യ. 2050 ഈ മേഖലയിൽ മികച്ച മുന്നേറ്റമാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ യുദ്ധതന്ത്രങ്ങളിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് കുറിക്കുന്ന ദീർഘകാല പദ്ധതിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. 2050 യുദ്ധക്കളത്തിൽ റോബോട്ട് സൈന്യത്തെ പൂർണ്ണമായി വിന്യസിക്കുക എന്ന ലക്ഷ്യത്തോടെ DRDOയും കരസേനയും സംയുക്തമായി ഈ പദ്ധതിക്ക് അടിത്തറയിട്ട് കഴിഞ്ഞു. കഴിഞ്ഞ വർഷം പൂനെയിൽ നടന്ന നാഷണൽ വർക്ക്ഷോപ്പ് ഓൺ അഡ്വാൻസ്ഡ് ലെഗ് റോബോട്ടിക്സിൽ ഇതിൻ്റെ ഒരു പരീക്ഷണ രൂപം ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ അവതരിപ്പിച്ചിരുന്നു. ഹ്യൂമനോയിഡ് റോബോട്ടുകൾ വരുന്നു എന്നതിനർത്ഥം പൂർണ്ണമായി മനുഷ്യ സൈനികരെ പിൻവലിക്കുന്നു എന്നല്ല. ഇന്ത്യൻ സൈന്യത്തിലുണ്ടാകുന്ന വലിയ മാറ്റത്തിൻ്റെ പരിവർത്തന ദശകം എന്ന സംരംഭത്തിൻ്റെ തുടക്കമാണിത്. സൈനികർക്ക് പകരക്കാരനായോ അവരെ മാറ്റി നിർത്താനോ വേണ്ടിയല്ല ഈ അത്യാധുനിക സംവിധാനം, മറിച്ച് ഹ്യൂമൻ മെഷീൻ ടീമിംഗ് എന്ന ആശയത്തിലൂടെ സൈനികരുടെ കരുത്തും സുരക്ഷയും വർദ്ധിപ്പിക്കുകയാണ് ലക്ഷ്യമിടുന്നത്. ഏറ്റവും അപകടകരമായ മുൻനിര ദൗത്യങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അധിഷ്ഠിത റോബോട്ടുകൾ അപകടകരവും കഠിനവുമായ ജോലികൾ ഏറ്റെടുത്ത് സൈന്യത്തിൻ്റെ ശേഷി വർദ്ധിപ്പിക്കും. അതേസമയം മനുഷ്യരായ ഉദ്യോഗസ്ഥർ തന്നെയായിരിക്കും കമാൻഡും നിർണായക തീരുമാനങ്ങൾ എടുക്കാനുള്ള അധികാരവും കൈയാളുക. DRDOയുടെ പ്രമുഖ ലബോറട്ടറിയായ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആണ് മിലിറ്ററി ഗ്രേഡ് ഹ്യൂമനോയിഡ് റോബോട്ടിൻ്റെ നിർമ്മാണത്തിന് പിന്നിൽ. നിലവിൽ ഈ പദ്ധതി അതിൻ്റെ നിർണായകമായ വികസന ഘട്ടത്തിലെത്തിയിട്ടുണ്ട്. നിലവിൽ റോബോട്ടിൻ്റെ ചലനശേഷി, കൃത്യമായ സന്തുലിതാവസ്ഥ, സ്വയമേയുള്ള നിയന്ത്രണം എന്നിവ മെച്ചപ്പെടുത്തുന്ന തിരക്കിലാണ് ഗവേഷകർ. ചക്രങ്ങളോ ട്രാക്കുകളോ ഉള്ള സാധാരണ റോബോട്ടുകൾക്ക് സഞ്ചരിക്കാൻ കഴിയാത്ത ഇടതൂർന്ന വനങ്ങൾ, കുത്തനെയുള്ള മലനിരകൾ, ഇടുങ്ങിയ പ്രദേശങ്ങൾ എന്നിവയിലൂടെ മനുഷ്യനെ പോലെ രണ്ട് കാലുകളിൽ നടന്നു നീങ്ങാൻ ഈ റോബോട്ടുകൾക്ക് സാധിക്കും. കഥകൾ തുറക്കുക, തടസ്സങ്ങൾ ചാടിക്കടക്കുക, സ്ഫോടക വസ്തുക്കൾ ഉൾപ്പെടെയുള്ള അപകടകരമായ വസ്തുക്കൾ കൈകാര്യം ചെയ്യുക എന്നിവയിലെല്ലാം ഇവ മികവ് പുലർത്തും. മനുഷ്യരെ പോലെയുള്ള ചലനങ്ങൾ റോബോട്ടുകൾക്ക് ലഭിക്കുക എന്നത് വലിയ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതിനാൽ തന്നെ ഈ സംവിധാനത്തിൽ കൂടുതൽ പരീക്ഷണങ്ങൾ നടത്തുകയാണ് DRDO. ഇതിനായി കൃത്രിമ പേശികളായി പ്രവർത്തിക്കുന്ന ആക്ച്യുവേറ്ററുകൾ DRDO വികസിപ്പിച്ചു വരികയാണ്. നിരപ്പല്ലാത്ത ഭൂപ്രദേശങ്ങളിൽ വീഴാതെ നടക്കാനും വീണാൽ സ്വയം എഴുന്നേൽക്കാനും റോബോട്ടിനെ ഇത് സഹായിക്കും. ഇതിനായി 3 തരം അത്യാധുനിക സാങ്കേതിക വിദ്യകളാണ് റോബോട്ടിൽ ഘടിപ്പിക്കുന്നത്. ഒന്നാമതായി പ്രൊപ്രിയോസെപ്റ്റീവ് സെൻസറുകൾ, സ്വന്തം സ്ഥാനവും ചലനവും നിരീക്ഷിക്കാനാണ് ഈ സംവിധാനം. രണ്ടാമതായി എക്സ്റ്ററോസെപ്റ്റീവ് സെൻസറുകൾ, ചുറ്റുമുള്ള അന്തരീക്ഷം മനസ്സിലാക്കാനുള്ള സംവിധാനമാണിത്. സ്പാമാണ് മൂന്നാമത്തെ സാങ്കേതികവിദ്യ. അപരിചിതമായ ഇടങ്ങളിൽ തത്സമയ ഡിജിറ്റൽ മാപ്പുകൾ നിർമ്മിച്ച് കൃത്യമായി സഞ്ചരിക്കാൻ ഇത് വഴിയൊരുക്കും. കേവലം ഒറ്റപ്പെട്ട റോബോട്ടുകളെ വിന്യസിക്കുന്നതിനപ്പുറം സൈനികരും റോബോട്ടുകളും ഒരു ടീമായി പ്രവർത്തിക്കുന്ന സെൻഡോർ മാതൃകയാണ് സൈന്യം ലക്ഷ്യമിടുന്നത്. സൈനികർക്കിടയിൽ ഡ്രോണിനെ കുറിച്ചുള്ള അറിവ് മെച്ചപ്പെടുത്താനും സാധാരണ സൈനിക നടപടികളിൽ ആളില്ലാ സംവിധാനങ്ങളെ സംയോജിപ്പിക്കാനും ലക്ഷ്യമിടുന്ന ഈഗർ ഡ്രോൺ പോലുള്ള പദ്ധതികളിൽ ഈ ആശയം ഇതിനകം തന്നെ പ്രകടമാണ്. 2050 ലക്ഷ്യം മുൻനിർത്തി 3 ഘട്ടങ്ങളായിട്ടുള്ള കർമ്മ പദ്ധതിക്കാണ് സൈന്യം തയ്യാറെടുത്തിരിക്കുന്നത്. നിലവിലെ ആദ്യഘട്ടത്തിൽ ഭാരമേറിയ ഉപകരണങ്ങളും വെടിക്കോപ്പുകളും ചുമക്കുക, ലോജിസ്റ്റിക്, പുനർവിതരണ ദൗത്യങ്ങൾ, നിരീക്ഷണവും രഹസ്യാന്വേഷണവും തുടങ്ങിയ യുദ്ധേതര ചുമതലകൾക്കാണ് മുൻഗണന നൽകുന്നത്. 2040 രണ്ടാം ഘട്ടത്തിൽ രഹസ്യാന്വേഷണ ദൗത്യങ്ങൾ, ലക്ഷ്യങ്ങൾ നിർണ്ണയിക്കൽ, വിവരശേഖരണം എന്നിവയ്ക്കായി ഈ സംവിധാനങ്ങളെ വലിയ തോതിൽ യുദ്ധകളത്തിൽ സംയോജിപ്പിക്കും. വ്യോമസേനയുടെ ലോയൽ വിങ്മാൻ ആശയത്തിന് സമാനമായി ഇവ സൈനികർക്കൊപ്പം വിവരങ്ങൾ പങ്കിട്ട് പ്രവർത്തിക്കും. 2050 മൂന്നാം ഘട്ടത്തിൽ സങ്കീർണമായ ഭീകരവിരുദ്ധ ദൗത്യങ്ങളിലും യുദ്ധങ്ങളിലും മുൻനിര പോരാളികളായി മാറ്റുക എന്നതാണ് ദൗത്യം. തന്ത്രപരമായ തീരുമാനങ്ങളിൽ കമാൻഡർമാരെ ഇത് സഹായിക്കുകയും ചെയ്യും. ശത്രുക്കളുടെ വെടിവെപ്പ്, IEDകൾ എന്നിവയുള്ള പ്രദേശങ്ങളിലേക്ക് റോബോട്ടിക് സംവിധാനങ്ങൾ വിന്യസിച്ച് സൈനികർക്കുള്ള അപകട സാധ്യതകൾ പരമാവധി കുറയ്ക്കുക എന്നതാണ് ഇതിൻ്റെ പ്രധാന ലക്ഷ്യം.